ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തുമ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വൈകുന്നേരം സമയമായി, നമ്മൾ ഇറങ്ങുന്ന പച്ചിൽ ഇവൻ വണ്ടിയിൽ തുടയ്ക്കാണ് ഗൈസ്. ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് മാത്രം തുടച്ചില്ല, എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് തുടപ്പിച്ചു ഗൈസ്. അതിനുശേഷം നമുക്ക് പച്ചക്കറി വാങ്ങാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പച്ചക്കറിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവസാനം പച്ചക്കറി വാങ്ങാൻ പോകുന്നു ഗൈസ്. അവിടെ പക്ഷേ ഒരു സംഭവം ഉണ്ടായി, അത് ഞാൻ എന്താണെന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. അതിനുശേഷം പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തിരിച്ചവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന സമയത്ത് ബോർഡിൽ ഏതെടുത്താലും 30 രൂപ, പക്ഷേ ആളെൻ്റെ അടുത്ത് തക്കാളിക്ക് 1 കിലോ 60 രൂപ എന്ന് പറഞ്ഞു ഗൈസ്. പറ്റിച്ചതാണോ ഇല്ല പറ്റിക്കപ്പെട്ടതാണോ ഞാൻ അവിടെ ചോദിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഈ ചെക്കൻ എന്നെ വിട്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അവസാനം വീടെത്തി ഗൈസ്. വീടെത്തിയപ്പോൾ അമ്മ ചൂട് ചായയും അതുപോലെ പൂളവറ്റിൽ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കളവറങ്ങാണ് ഗൈസ്. അപ്പോൾ അതായത് പരിപ്പ് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ 7 മണി കഴിഞ്ഞു, ഒരാൾ ഡ്യൂട്ടിക്ക് പോയിട്ട്. രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 7 മണി 7:30. അപ്പം അച്ഛൻ പറഞ്ഞു നാളെ മുതൽ നീ വർക്കിന് പോകണ്ട, സമയത്തിന് വരികയാണെങ്കിൽ മാത്രം പോയാൽ മതി. അപ്പോൾ ഞാനിവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. പരിപ്പ് റൈസും അതുപോലെ പൊട്ടറ്റോ ഫ്രൈയും ആയിരുന്നു, അതും കുക്കറിൽ ഗൈസ്. എനിക്ക് കുക്കറെന്ന് പറഞ്ഞാൽ അലർജിയും പേടിയുമാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്നെ ഒറ്റയ്ക്ക് എന്തൊക്കെയൊക്കെയോ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അമ്മ അടുത്തുനിന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് കുക്കറായതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഞാൻ ക്ലോസ് ചെയ്തത് പോരാന്ന് പറഞ്ഞ് അമ്മ വന്ന് ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഒരാൾ ഫ്രഷപ്പ് ആയിട്ട് വന്നിട്ട് ചോറുണ്ടാൻ പോണ സമയത്ത് 7:30 സമയത്ത് ചായ കുടിക്കുക ഗൈസ്. ഒരിക്കലും കുക്കറിൽ വിസിൽ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഓപ്പറേഷൻ സക്സസ് ഗൈസ്. പിന്നെ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു, സലാഡിനുള്ള ഉള്ളിയൊക്കെ അറുത്ത് വെച്ചു. പിന്നെ സലാഡ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, തൈരൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കി ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വെച്ചതുകൊണ്ട് പറയില്ല, അടിപൊളിയായിരുന്നു. അടുത്ത പണി എന്ന് പറഞ്ഞാൽ കുക്കറിൽ ഫുഡ് എങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുക്കറൊക്കെ തുറന്നു. ഫുഡ് കണ്ടതെന്ന് തന്നെ എനിക്ക് അടിപൊളിയായിരുന്നു, കാരണം എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ഗൈസ്, പൂ പോലെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. എന്നിട്ട് പൊട്ടാറ്റോ ഒക്കെ ഓൾറെഡി മസാല അതൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അമ്മനെക്കാളും ഞാൻ നന്നായി വെച്ചൊന്നും പറയില്ല, പക്ഷേ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.